വീണ്ടും പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചക്ക മുറിക്കണതിന് മുന്നേ അമ്പാടീന് പാതിയം പുറത്ത് കയറ്റിയിരുത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ 2 കൈയിലും തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. കത്തിയുമ്മലും കുറച്ച് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അമ്പാടിയുടെ സന്തോഷം കണ്ട ചക്ക മുറിക്കുന്നതിന് സന്തോഷമാണ് കേട്ടോ. ചക്ക മുറിക്കാൻ ആ ഒരു രീതി കണ്ടാലും അറിയാമല്ലോ, എനിക്ക് ചക്ക മുറിക്കാൻ അറിയില്ലെന്ന്. അതെ, എനിക്ക് ചക്ക മുറിക്കാനൊന്നും അറിയില്ല. എന്നാലൊരു വിധമൊക്കെ ഞാൻ അങ്ങനെ മുറിച്ചെടുക്കും കേട്ടോ. ഇപ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒക്കെ എക്സ്പേർട്ടായി വരാണ് കേട്ടോ. അങ്ങനെ ഈ ചക്ക കിട്ടിയപ്പോൾ തൊട്ടിട്ട് അമ്പാടി ഈ ചക്കയുടെ ചുറ്റുപറ്റി ഇങ്ങനെ നിൽക്കലായിരുന്നു. ഞാൻ പാത്രം കഴുകണ കാരണം ഞാൻ പറഞ്ഞു പാത്രം കഴുകി കഴിഞ്ഞിട്ട് മുറിച്ച് തരാടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ച് നിർത്തായിരിക്കായിരുന്നു കേട്ടോ. അതിന് ആദ്യത്തെ ഒരു ചുള ഞാൻ അമ്പാടിക്ക് കൊടുത്തു കേട്ടോ. അത് കൊടുത്തതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് കൈ കൊണ്ടൊക്കെ കാണിക്കുന്നത്. ബാക്കിയുള്ളത് ഞാനിങ്ങനെ ഓരോ ചുള പറിച്ച് ഇടാണ് കേട്ടോ. കൂട്ടത്തിൽ നമ്മുടെ ചക്കക്കൂരും കൂടി മാറ്റിയിടുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ എളുപ്പത്തിന് കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യണതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനും കഴിച്ചു നോക്കി. നല്ല പഴുത്ത ചക്കയാണ്. വെള്ളമൊന്നും കയറിയിട്ടില്ല കേട്ടോ. ഇവിടെ വെച്ചാൽ മഴയൊക്കെ അടുപ്പിച്ചിട്ടൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചക്കയിൽ വെള്ളമൊന്നും കയറിയിട്ടില്ല. നല്ല സൂപ്പർ മധുരമുള്ള ചിക്കനായിരുന്നു. ചക്കയുടെ മണം കേട്ടിട്ടാന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ഉണ്ണിക്കുട്ടൻ പടം വരയ്ക്കണോടത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ചോദിച്ചു പഴുത്ത ചക്കയാണോ അമ്മയും ചോദിച്ചു. പിന്നെ പറഞ്ഞാൽ അതേടാ എന്ന് പറഞ്ഞിട്ട് അവനും അമ്പാടി ഇരിക്കുന്നോർത്തേക്ക് തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ അമ്പാടിക്കും ഉണ്ണിക്കുട്ടനും ഞാൻ തിന്നാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ പാത്രത്തിലേക്ക് ഇടുന്നതിനനുസരിച്ചിട്ട് അവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചക്കയല്ലേ, ഒരു സമാധാനമല്ലേ അവർക്ക്. അപ്പോൾ അവർ കഴിച്ചോട്ടെ. അപ്പോൾ നമുക്ക് ഒരു കൂട്ടാവുകയും ചെയ്തു. പണിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഉണ്ണിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാട്ടോ പണിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കയറിയിരിക്കാം. പക്ഷേ ഞാൻ സമ്മതിക്കില്ല, പോടാന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ചൂടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മേത്തിക്കായാലോ എന്ന് പേടിച്ചിട്ടാണ് ഇരിക്കേണ്ട പോകുമെന്നൊക്കെ ഞാൻ പറയണത് കേട്ടോ. ശരിക്കും അവന് അങ്ങനെ വന്നിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഈ അമ്പാടി ഇരിക്കുന്ന പോലെ. അമ്പാടീനെ ഞാൻ അങ്ങനെ ഇരുത്താറൊന്നുമില്ല. ചില സമയത്ത് പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് ഞാൻ അങ്ങനെ ഇരുത്താറുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് അച്ഛനുള്ളത് 2 കഷ്ണം മാറ്റി വെച്ചോളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അതിൻ്റെ രുചി അറിയണ്ടേ. ഇപ്പോഴേ നമ്മളത് പറഞ്ഞ് പഠിപ്പിക്കണമല്ലോ അച്ഛനുള്ളത് മാറ്റി വയ്ക്കണം എന്നുള്ളത്. അങ്ങനെ ചക്കയൊക്കെ നന്നാക്കി കഴിഞ്ഞു. അതിന് ചക്കക്കുരുവിൻ്റെ ആ പോള കളഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് വെക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞു ഈച്ചകൾ വരും. അപ്പോൾ അതങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി കൈയോടൊക്കെ തന്നെ കഴിയുമല്ലോ. അങ്ങനെ നമുക്ക് ചക്കയും കിട്ടിയിട്ടുണ്ട്, ചക്കക്കൂരും നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിന്നണേൻ്റെ ഇടയിൽ കണ്ടോ അതെ കൈയിട്ട് മാന്തിട്ട്. അപ്പോൾ കുറച്ച് ചക്കയും കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു കറി വയ്ക്കാനുള്ള ചക്കക്കൂരും കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.